ഞാൻ അത് തിന്ന്. ആ ഞാൻ കൊറേ നേരമായിന്. ഞാൻ വന്നപ്പോ നിങ്ങളെ കണ്ടില്ല. നിങ്ങളെ മരുമകൾ എന്തോ സ്വഭാവമാണ്. ഓളൊരു പാത്രത്തില് കൊറേ കടി തന്നിട്ട് എന്നോട് തിന്നോ കുഞ്ഞാപ്പൂ പറഞ്ഞു. കുട്ടിക്ക് എന്താ അറിയാനാണ്? ആന്റെ ഒക്കെ തിന്നിട്ട് ഇവിടെ വേറെ വിരുന്നേര് വരുമ്പോ കൊടുക്കാനുള്ളതായിരുന്നു. പക്ഷെ തിന്നു. നിങ്ങൾ തമാശ അറിയല്ലേ? എനിക്കറിയാം. നിങ്ങളെ ഓളെ മാറ്റാൻ നല്ല സ്വഭാവമാണ് പെണ്ണിട്ടാ. നിങ്ങൾക്ക് അകത്തേക്ക് പോകാനേ? ഞാൻ പോവുകയാണ് അകത്തേക്ക്. അത് പാൽപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് പാൽച്ചായ ആക്കി കളിച്ചിട്ട് പാൽപ്പൊടി കഴിഞ്ഞാ എന്നാ ഞാൻ ചോദിച്ചു പിന്നെ വരുമ്പോ തന്നാ വാങ്ങിട്ടാ. ആ രസമുണ്ട്. ഞാൻ പോവോ? ഇത് തരൂല. എനിക്ക് വേണ്ട. ഞാൻ എന്റെ പെരെ പോയിക്കില്ല, അവിടെ കണ്ടില്ല, അതുകൊണ്ട് വന്നു. ഇവിടെ വന്നിട്ട് തിന്നാൻ പറ്റിയ എന്നോട് പാല് പറഞ്ഞു. ഞാൻ ഇവിടെ തിന്നു. ഞാൻ അവിടെ എന്റെ അമ്മ പറഞ്ഞു, ഉമ്മനെ കണ്ടില്ല. ഇവരോടെ തേങ്ങ ഒളിച്ചു കൊടുക്കാൻ പറഞ്ഞേ. ഓളെ മരിയോള് മാത്രം ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ട് നല്ല സ്വഭാവമാണ്. ഇപ്പൊ ഇതിനകത്ത് കേറിയപ്പോളെ ഇതൊക്കെ പറഞ്ഞ് പെറുപിടുത്താണ്ട് പോയിട്ടുണ്ട്. എന്താ ഇവിടെ നിന്ന് ചാടിക്കണ്? പിന്നെ ഇവിടുന്ന് നന്നപ്പെടുന്നല്ലാതെ കുടിക്കാൻ എന്റെ പെരെ വന്ന് കുടിക്കാൻ വെട്ടി മുണുങ്ങല്ലേ? നല്ല രസമുണ്ടാ. എന്നിട്ട് കുഞ്ഞാപ്പൂ എപ്പോഴാ വന്നത്? ഞാൻ കൊറേ നേരമായി തേങ്ങ വിളിക്കാൻ പോയ ആ സാധനം കാണാൻ ചേട്ടേ. ഉമ്മ വന്നിട്ട് തരാന്ന്. എന്നിട്ട് പറയൂ കുഞ്ഞാപ്പൂ. എന്ത് പറയാനെന്താണ്? ഞാൻ അപ്പൊ ഒന്ന് ചായ കുടിക്കല്ലാതെ ഇവിടുത്തെ ആളൊക്കെ അവിടെ പോയി. ഓനിപ്പോ വന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ പാൽച്ചായ എന്താ പറയാ ഡിമാൻഡാന്ന് അറിയാ. പാൽപ്പൊടി ഉണ്ടായിട്ട് പാൽപ്പൊടി ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ പാൽപ്പൊടി ചോദിച്ചു. കാരണം പാൽച്ചായ നല്ല രസല്ലേ. അപ്പൊ അത് പാലില്ല, പാൽപ്പൊടി ഇല്ല. കേറി പോയി. നീ ഇങ്ങോട്ട് വരുമോ? ഇത് തന്നേനില്ലേ? നിന്നെ കാണുവോ? നിന്നെ കാണുവോ ഞാൻ ഇവിടെ നിക്കണത്? നല്ല കണ്ടാലിക്ക് ഇവിടെ എന്താ കുഞ്ഞാപ്പൂ ഇവിടെ വന്നിരിക്കണ്? ഞാൻ അവിടെ ഒക്കെ തെരഞ്ഞെടുക്കുന്നു. എന്തോ മുണ്ടാത്ത് വെട്ടി മുടുങ്ങാണല്ലേ? എനിക്ക് തന്നെ അടിച്ചിട്ടാണോ? എന്തെങ്കിലും തിന്നുമ്പോഴേ വർത്താനം പറഞ്ഞാലേ ചങ്കീന്റെ ഉള്ളിൽ ഇരിക്കും. അതൊക്കെ മനസ്സിലായിക്കണ്. എനിക്ക് വേണ്ട, ജന തിന്നോ. അപ്പൊ ചങ്കീന് തിന്നെങ്കിലേ ശ്വാസം മുട്ട് വരും പറഞ്ഞു. എപ്പോഴാണ്ട് പോകുന്നേ? അപ്പൊ ഞാൻ കൊറേ നേരം പണിണ്ടായിരുന്നോടെ ഇവിടെ തേങ്ങ വിളിക്കാൻ വിളിച്ചാ തേങ്ങ മലയാളി കാണാൻ ചെയ്ത അങ്ങനെ കുത്തുന്ന അത് ആ മരിയോളെ അറിയാം. ഇമ്മ അത് തരാറുണ്ട്. ഇപ്പൊ വരേക്കാരെ മാറ്റിട്ടിട്ട് ഒത്തുക്ക് പോയിട്ടുണ്ട് താത്ത. എന്താ പറഞ്ഞു? എന്താ പറഞ്ഞു? ചായ കുടിക്കാന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെ പെറുപെടുത്താണ്ട് പോയി. ഇമ്മന്ന് അവിടെ ഉണ്ടല്ലോ. ഇമ്മ പിന്നെ എന്നൊന്നും മണിക്കാൻ വാങ്ങിച്ചോ? കജ്ജിക്കാലത്തിലാണ് ഉമ്മാക്ക്. ആ വിറകൊക്കെ ചെയ്തിട്ടേ കജ്ജി കിടക്കുന്നത്. ഇമ്മ അറിയാം എന്നോട് വെറുതെ അല്ലെന്നുണ്ടല്ലോ. എനിക്ക് തീരെ വെച്ചടാ. എനിക്ക് രാത്രി ചോറ് കഴിച്ച് കഴിച്ചാല് ഊര് ഭയങ്കര വേദന. ചോറ് കഴിച്ചിരിച്ചാലോ? രാത്രി രാവിലെ ചോറ് വെച്ചിട്ട് നിൽക്കൂലേ, അപ്പൊ ഊര് ഭയങ്കര വേദന. എന്നിട്ട് ആ എന്താണ് പ്രകാശാന്റെ ഉമ്മാക്ക് മൂപ്പിച്ചു കൊടുക്ക. ഓനൊരു പണിക്കും പറഞ്ഞേക്കായിട്ടാണ് വെറുതെ നിന്നിട്ട് ഊരവനെ പിടിച്ചതാണ്. അല്ലെ പണിക്കൊക്കെ പോവാണെങ്കിൽ ഊരവന ഉണ്ടാവൂല. അത് ശരിയാണ്, മൂപ്പിക്കല്ല പണിക്കോ. പ്രകാശാന്റെ ഓനാണ് തല്ലി പൊട്ടന്. പണിക്ക് പോയ ഏറിയല്ല ചെയ്യാ. എല്ലാ കുഞ്ഞാപ്പൂച്ചി പണിക്കോവാതെ ഇരുന്നിട്ടാന്നാ പറഞ്ഞത് ഊരവനിക്കണത്. അപ്പൊ ഉമ്മ പറഞ്ഞു ഇവരോട് തേങ്ങ പൊളിക്കാണ്ട് 2 പൊളിച്ചു കൊടുത്താളെ, 3 പൊളിച്ചോ, ഒന്ന് ഓരോട് ചോദിച്ചോ. ശരിയൊന്നും ഇല്ല, അങ്ങനെ കജ്ജി നിങ്ങളുടെ ആളൊന്നും അല്ല. അല്ല ഞാൻ വരുമ്പോ ഇവിടുന്ന് ആരോ വർത്തമാനം വച്ചിട്ട് അവിടെ നായ്ക്കളുണ്ട്. പിന്നെ കുഞ്ഞാപ്പൂ ഞാൻ ഇവിടെ വരുമ്പോ എന്താ എന്റെ ഇങ്ങനെ ഇവിടെ ആരോ എന്തൊക്കെ പറഞ്ഞല്ലോ? ആരും ഒന്നും പറഞ്ഞില്ല. കിട്ടുന്നോട് ഇല്ലാതാക്കാൻ വേണ്ടി ഓരോ ടെൻഷൻ ഉണ്ടാക്കല്ലോട്ടാ. അല്ലെങ്കിൽ തന്നെ 10 ആള് പറഞ്ഞെങ്കിൽ 15 ആൾക്കാട് പറഞ്ഞ ആളാച്ചി. ഞാൻ പറയൊന്നുമില്ല, ഞങ്ങൾക്കൊക്കെ അറിയാം തന്നെ. ഒന്നാള് പറഞ്ഞിരിക്കണ് എന്നോട് ഒരു 10 ആളോട് പറയാനോ 20 ആളോട് കൂട്ടി പറയുന്നു. കുഞ്ഞാപ്പ വെച്ചല്ല ഞാന് ഒരു പറഞ്ഞു, ഇമ്മ പറഞ്ഞു. എന്നിട്ട് ഇനി എപ്പോഴും ഞാൻ പോണ പേരേക്ക് ചായ കൂടെ ഇനി പോണം. എനിക്ക് വേണ്ടല്ലോ കൊടുത്തൂടെ ഇനി ഇന്നെ നിക്ക് തേന്റെ അരിച്ചിട്ടേ മാറ്റിയേക്കണ്ട. ഞാൻ തിന്നുമ്പോ കൊതി കൂടും. എന്നിട്ട് വയറുവേദന ആയിട്ട് ഞാൻ കിടക്കേണ്ടി വരും. എന്റെ ഉമ്മ ഇടങ്ങറാവും. ഉമ്മാന്റെ പണി സൂപ്പാവും. അപ്പൊ ഞങ്ങള് പട്ടിണിയാവും. അതുകൊണ്ട് ഇച്ചി പോയിട്ട് ഞങ്ങൾ തിന്നോളൂ. ഞാൻ പോയിട്ട് വന്നോളൂ. ഞാൻ ഇപ്പം പോണില്ല, മഴയാണ്, നല്ല മഴയുണ്ട്. മഴ ഒന്നും വരുന്നില്ല. മഴക്കാറ് കണ്ടില്ലോ ഞാൻ പോ. മഴക്കാറ് കണ്ടില്ലേ? മഴക്കാറിച്ചിട്ട് മഴ ആവുമോ? ആ എന്റെ താത്ത
പോയില്ലേ ആ ഞാൻ എങ്ങനെയൊന്ന് പോവാ ചായയോട് കഴിയാതെ എങ്ങനെ പോവാ അത് പൊതിഞ്ഞാണ് കൊണ്ടുപോയിക്കോ ഉമ്മാക്ക് കൊടുക്കേണ്ടി വരും ഞാൻ കുറച്ചൊരു അങ്ങനെ ഇങ്ങനെ അകത്തി തിന്നോണ്ട് മകൻ കൊടുത്താലേ ഇത് നിന്നിട്ടാ പിന്നെ രാവിലത്തെ ദോശ ഒന്നും ഇല്ലല്ലോ അതൊന്നുമില്ല അത് നായ്ക്ക് കൊടുത്തു നിങ്ങൾ അതിന് ആയിക്കോട്ടെ പറഞ്ഞ നായ്ക്ക് കൊടുക്കണം ഇത്ര തരാനില്ലേ ഞാനൊന്നും ഇന്നല്ലോ ഇത് നായ്ക്ക് കൊടുക്കണ് നാളെ വായണ്ടായിരുന്നു എന്നാ നാളെ ഞാൻ നേരത്തെ വരണ്ടിട്ടാ ഇത് ഞങ്ങൾ കാര്യം ഇതൊരു പാത്രത്തിൽ പൊങ്ങി ഞാൻ ഇപ്പൊ വരാം എല്ലാടെ ഇജ്ജ് പോയിട്ടില്ലേ ഞാൻ പോയിട്ടില്ല ഞാൻ വല്ല നല്ല മൂടി എടുത്തോളൂ ഞാൻ എന്നാ ഓർത്തുകൊണ്ടുപോകും എനിക്ക് വേണ്ട കുഞ്ഞാപ്പോ ഞാൻ പോവാണെന്നാ ഞാനേ ഇജ്ജ് പോവാ ആ എന്നാ ഞാൻ പോണില്ല ഞാൻ